السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവെ, ഞങ്ങൾക്ക് നാഫിയായ ഇൽമ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവെ, പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ വന്ന് ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയിൽ വന്ന് സിയാറത്ത് ചെയ്യാനും ആ റൗളയിൽ 2 റക്അത്ത് നിസ്കരിക്കാനും ഒക്കെ തൗഫീഖ് നൽകണേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യവും നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ളവരെ, ഇന്ന് പറഞ്ഞു തരുന്നത് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് അടുക്കുകയാണ്. ദുൽഖഅദ് മാസത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലൂടെയാണ്. വളരെ പ്രധാനപ്പെട്ട ഉലൂമുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ എനിക്കും നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നവർക്കൊക്കെ വലിയ പ്രതിഫലമുണ്ടല്ലോ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഭൗതികമായ ഒരു ലക്ഷ്യവും ഒരു ക്ലാസ് കൊണ്ടും നമ്മൾ ലക്ഷ്യം വെക്കുന്നില്ല. അള്ളാഹുവിൻ്റെ കബൂലിയത്താണ്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ഇന്ന് പറയാനുള്ളത്, നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളുള്ള ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ടാകും. സുന്നത്ത് കല്യാണം കഴിക്കാത്ത എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കഴിക്കും, പ്രസവിച്ച ഉടനെ അല്ലെങ്കിൽ 1 മാസത്തിൻ്റെ ഉള്ളിലൊക്കെ കഴിക്കും. ചില കുട്ടികൾക്ക് 6 വയസ്സും 7 വയസ്സൊക്കെ ആയിട്ട് അല്ലെങ്കിൽ 4 വയസ്സൊക്കെ ആയിട്ട് കഴിക്കുന്നവരും ഉണ്ട്. അവരൊക്കെ മനസ്സിലാക്കേണ്ടത്, ഈ കുട്ടികൾ അവരുടെ ചേലാക്രമം ചെയ്യേണ്ട ആ സ്ഥലത്തിൻ്റെ ഉള്ളിൽ മൂത്രമൊഴിച്ച് അവിടെ അല്പം മൂത്രം കെട്ടി നിൽക്കുന്നത് സാധാരണഗതിയിലുണ്ടാവും. അത് ലാഹിറിൽ നജസ് ചുമന്ന വിധിയാണ് ഷാഫി മദ്ഹബ് പ്രകാരമുള്ളത്. അതുകൊണ്ട് നജസ് ചുമന്നവൻ നിസ്കരിക്കുമ്പോൾ നിസ്കാരം സ്വഹിയാകില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഉമ്മമാരും ഉപ്പമാരും വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ സുന്നത്ത് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടികൾ വന്ന് നമ്മുടെ വസ്ത്രത്തിൽ പിടിക്കുക, നമ്മുടെ തോളിൽ കയറുക, സുജൂദിൽ പോണ സമയത്ത് പുറത്ത് കയറിയിരിക്കുക, അതൊക്കെ കുട്ടികൾ ചെയ്യും. അതൊന്നും കുഴപ്പമില്ല. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്ത് മടിയിലിരിക്കുകയും അവരെ ഒക്കത്ത് വെക്കുകയൊക്കെ ചെയ്തിരുന്ന ചരിത്രത്തിലുണ്ട്. അപ്പം അതൊന്നും പ്രശ്നമല്ല. പക്ഷെ കുട്ടികൾ ചേലാക്രമം ചെയ്തിട്ടില്ലെങ്കിൽ നജസിനെ വഹിക്കുന്ന ആൺകുട്ടികൾ അവർ നമ്മുടെ ശരീരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം നജസിനെ വഹിച്ചു കൊണ്ടുള്ള നിസ്കാരമാണ്. നിസ്കാരം സ്വഹിയാകൂല. വളരെയധികം ശ്രദ്ധിക്കണം. അപ്പം ചെറിയ കുട്ടികൾ ചേലാക്രമം ചെയ്തിട്ടില്ലെങ്കിൽ ആ കുട്ടികളെ വീട്ടിലുള്ള മറ്റാരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഞാൻ നിസ്കരിക്കുകയാണ്, എൻ്റെ അടുത്തേക്ക് വരണ്ട, അല്ലെങ്കിൽ കുട്ടിയെ പിടിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെതായ സേഫ്റ്റി ചെയ്തിട്ട് തന്നെ നിസ്കരിക്കണം. നമ്മുടെ കുട്ടികളല്ലേ, നമ്മളെ സ്വന്തം മകനല്ലേ, അവൻ ട്രൗസർ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പമ്പേഴ്സ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചേലാക്രമം ചെയ്തിട്ടില്ലെങ്കിൽ ആ കുട്ടി മടിയിൽ വന്നിരുന്നാൽ നജസിനെ വഹിച്ചിട്ടല്ലേ ആൾ നിസ്കരിക്കുന്നത്. നല്ലവണ്ണം ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ തരട്ടെ. അതുപോലെ ചേലാക്രമം ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രസവിച്ച് 7ൻ്റെ അന്നാണ്. 7ാം ദിവസമാണ് ഏറ്റവും പ്രധാനമായിട്ടും സുന്നത്തായിട്ട് കണക്കാക്കപ്പെടുന്നത്. പ്രസവിച്ച ഉടനെ തന്നെ ചേലാക്രമം ചെയ്യുന്ന സിസ്റ്റമൊക്കെ ഇന്ന് ഹോസ്പിറ്റലുകളിലുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാലും 7ൻ്റെ മുമ്പ് ചെയ്യുന്നത് കറാഹത്താണ്, തെറ്റൊന്നുമില്ല. ആവശ്യമെങ്കിൽ ചില കുട്ടികൾക്ക് മൂത്രം ശരിക്കും പോകാത്ത തടസ്സങ്ങളൊക്കെ നേരിടുമ്പോൾ നേരത്തെ ചെയ്യേണ്ടി വരും, അതിനൊന്നും പ്രശ്നമില്ല. എങ്കിലും ചേലാക്രമം ചെയ്യാത്ത കുട്ടികൾ നമ്മുടെ അരികിൽ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ നജസ് വഹിക്കുന്ന അവസ്ഥയാണ്. വോയിസ് കുറച്ച് ദീർഘിച്ചിട്ടുണ്ട്, ക്ഷമിക്കുക. അള്ളാഹു ഇൽമ നൽകട്ടെ. അസ്സലാമു അലൈക്കും.